വീട് മരം വീട് മരം മരം വീട് വീട് മരം ഇതല്ലാതെ വേറെ ഒന്നും ഇല്ല വേണ്ട നിനക്ക് വരയ്ക്കേ. എന്നാ പിന്നെ ചേട്ടൻ വരയ്ക്കാൻ പഠിപ്പിക്കേ. ആന കുളിക്കുന്നതും മുളമന്നി മുള്ളെറിയുന്നതും. അല്ലടാ വീട് മരം തന്നെ രസം. അതിനെ മകള് വര കളറടി പഠിപ്പിക്കേട്ടാ. വേണ്ടി അടി നീ കളറടി. ഞാൻ അത് എല്ലാം കൂടി എന്നെ കൊല്ലും. എന്ത് ചിറ്റപ്പ? ആര് ചിറ്റപ്പ? അവരുള്ള കുഞ്ഞമ്മേ. ഓ അവര് പറയാണ് എനിക്ക് ആർത്തിയെന്ന്. നല്ല ബെസ്റ്റ് ടീം ഇവരുണ്ടല്ല. പണ്ട് ഇവർ കല്യാണം കഴിഞ്ഞ സമയത്ത് കുടുംബത്തിലെ അടി ഉണ്ടാക്കിയിട്ട് മൊത്ത വസ്തുവിൻ്റെ നേര് പകുതി അവർ വാങ്ങിച്ചോണ്ട് ബാക്കിയാണ് ബാക്കി അമ്മയ്ക്ക് കുഞ്ഞമ്മയ്ക്കും ഒക്കെ കൂടെ കിട്ടിയത്. അവരെന്നെ നോക്കി പറയാണ് എനിക്ക് ആർത്തിയെന്ന്. അല്ല ചിറ്റപ്പോ, ഞാൻ ശരിക്കും അറിയാത്തോണ്ട് ചോദിക്കുകയാണ്, ഈ വഴക്കിന്റെ ഒക്കെ മൂല കാരണം? ഇത് പറയാനല്ലേ ഞാൻ എല്ലാവരും കൂടെ അവിടെ കൂട്ടി നിർത്തി സംസാരിച്ചത്. അപ്പോൾ 2 രൂപ മീൻ കരിയിടെന്ന് പറഞ്ഞ് എല്ലാം കൂടെ ഓടിയില്ലേ? ലോകാവസാനിക്കുന്ന ഓട്ടമായിരുന്നല്ലോ എല്ലാം കൂടെ ഓടിയത്. ചേട്ടാ എന്തോന്നാണ് പ്രശ്നം? ആർത്തി, എനിക്ക് ആർത്തി. സഹോദരങ്ങളെ പറ്റിച്ച് കൂടുതൽ വസ്തു കൈക്കലാക്കാണ്ട് ആർത്തി. ബാലിച്ചേട്ട എപ്പോഴും പറയാറുണ്ട്. ആ പറയും. എന്റെ പൊന്ന് ചേട്ടൻ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞു വരുത്തിയത്. അതെനിക്കറിയാം. മാമി കേൾക്കണം. മാമിയല്ല, നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഞാൻ പറഞ്ഞത് സത്യം തന്നെ. എൻ്റെ അമ്മയുടെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു, അമ്മ എന്തെങ്കിലും എഴുതിത്തരാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എനിക്ക് എഴുതിത്തരും. അവന്മാർക്ക് വേണ്ടെങ്കിൽ അത് അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതിനെ അവർ വേറെ രീതിയിലാക്കി. എല്ലാ വസ്തുവും കൂടെ എനിക്ക് എഴുതി തരണം എന്നുള്ള രീതിയിലാക്കി. അതിനി എൻ്റെ അണ്ണ ഒന്നും പറയാനില്ല. എൻ്റെ അണ്ണ എന്തെല്ലാം പറയുന്നറിയാമോ? ഞാൻ ആക്രാന്തമുള്ളവനാണ്, അമ്മയച്ഛനെ നോക്കണോണ്ട് വില പേശുന്നതാണ്, ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ട് നിനക്ക് എന്തിനടാ ഇനിയാ ഈ വസ്തുക്കളെന്ന്. ഓ ചിറ്റപ്പം പറഞ്ഞ് ബാക്കിയുള്ളവരുടെ സ്വത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് തരാനുള്ളത് തരണം എന്ന്. മക്കളെ, ബാക്കിയുള്ളവർക്ക് സ്വത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്നല്ല, എനിക്കുള്ളത് എഴുതി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ചുമ്മാ അല്ല ഞാൻ പറഞ്ഞത്. ആ വസ്തു എഴുതി കിട്ടിക്കഴിഞ്ഞാൽ അത് എൻ്റെ പേരിലായി കഴിഞ്ഞാൽ എനിക്ക് ഒരു ലോൺ എടുക്കാമല്ലോ. ആ ലോൺ എടുത്തിട്ട് ആ നെയ്യാറ്റിൻകര കടയിൽ കുറച്ച് വലുതാക്കിയിട്ട് മേളിൽ 2 ബിൽഡിംഗ് വെച്ച് ആർക്കെങ്കിലും വാടക കൊടുത്താൽ നല്ല വാടക കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ല ചുമ്മാ അല്ല. അതിനായിരുന്ന വസ്തു ചോദിച്ചേ? ആ മക്കളെ, ആദ്യം പറയണ്ട ചിറ്റപ്പ, ഞാൻ നല്ല കിടുക്കൊരു ഐഡിയ പറഞ്ഞു തരൂലേ. എന്തോന്ന്? 5 കുഞ്ഞമ്മയുടെ കയ്യിൽ ഇരിപ്പില്ലേ 1.5 ഏക്കർ വസ്തു എടുത്തു വെച്ച് കൊടു, ലോൺ എടുത്ത്. അണ്ണന്റെ ഭാര്യയിൽ 1.5 ഏക്കർ വസ്തു ഉണ്ടാ? പിന്നെ ഇല്ലേ, അത് വിറ്റാ തന്നെ സെന്റിന് 4 ലക്ഷം വെച്ച് കിട്ടും. സെന്റിന് 4 ലക്ഷം? അങ്ങനെ മുതൽ എത്ര ലച്ചു? അമ്മായി 1.5 ഏക്കർ എന്ന് പറയുമ്പോൾ 150 സെന്റ്. 100 സെന്റിന് 4 ലക്ഷം വെച്ചൊരു 4 കോടി വരും. ബാക്കി ആരാ? 2 6. 6 കോടിയാ? പൊന്നേ. അത് മാത്രമോ? വീടിരിക്കണ സ്ഥലവും വീടും കൂടെ ചേർത്തൊരു 1 കോടി വരും. കടയിരിക്കണതാ കണ്ണായ സ്ഥലത്തല്ലേ, നെയ്യാറ്റിൻകര ജംഗ്ഷന് തുറന്നു വച്ചേക്കല്ലേ, അത്ര വരുമെന്നറിയൂ. പിന്നെ കിട്ടാനുള്ള വസ്തുവൊക്കെ എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 10 കഴിഞ്ഞങ്ങ് പോവും. എന്റെ അണ്ണ, നിങ്ങളിൽ ഇത്രയും പൈസ ഉണ്ടായിട്ടാണ് ആ ബാലരാമപുരം കൈത്തറിയുന്ന ഒരു നല്ല മുണ്ട് പോലും വാങ്ങിച്ചു കൊടുക്കാതെ ഈ 150 രൂപ മുണ്ടും 230 രൂപ ഷർട്ടും ഇട്ടുകൊണ്ട് നടക്കണത്. അണ്ണ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ? എന്റെ മോളായിരുന്നു, നിങ്ങൾ ദത്തെടുക്കൂ പ്ലീസ് അണ്ണ, എന്നെ ഒന്ന് ദത്തെടണ്ണ പ്ലീസ് അണ്ണ, പ്ലീസ് അണ്ണ, എന്നെ ഒന്ന് ദത്തെടണ്ണ. എന്തിനമ്മായി പറയണേ? അതെങ്ങനെ നടക്കും? ദത്തെടുത്ത് കഴിഞ്ഞാൽ അമ്മയുടെ ചെലവ് നോക്കണ്ടേ? அண்ணா, பாலு அண்ணாவும் நீங்களும் ரொம்ப பாசமாக தானே இருக்கீங்க. இந்த சொத்து பணம் எல்லாம் சொல்லி சண்டை போடுறது ரொம்ப கஷ்டம் அண்ணா. അണ്ണാ, നിങ്ങൾ ഇത്രയും വലിയ കോടീശ്വരനായിരുന്നാ? ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ അണ്ണാ. പ്ലീസ് അണ്ണാ. എന്തിനാ ക്ഷമിക്കുന്നത്? മക്കളെ, ഒരു ചായ പോലും വാങ്ങിച്ചെന്നില്ലെങ്കിലും കോടീശ്വരന്മാരെ നമ്മൾ ബഹുമാനിക്കണം. പൊക്കി പൊക്കി അങ്ങ് പോവല്ലേ. അല്ല, നിങ്ങൾക്ക് എന്റെ കാര്യം മാത്രമേ സംസാരിക്കാവുള്ള. അണ്ണനെ കൂടെ സംസാരിക്കാതെന്ത്? അതെന്ത് എല്ലാവർക്കും മറന്നു പോണോ? നെയ്യാറ്റിൻകരയിലെ വസ്തുവും രാഘവ മാമൻ കൊടുത്ത 80 സെന്റും പടവലത്തെ വസ്തുവും കൂടി ആകുമ്പം എത്ര കോടിയായി? അല്ല എന്താ അതൊന്നും പറയാനില്ലേ? നിനക്കൊന്നും പറയാനില്ലേ? യാത് എത്ര കോടി? കുറഞ്ഞൊരു 30 കോടി രൂപ സ്വത്ത് വരില്ലേ? എന്റെ 3 ഇരട്ടി സ്വത്തായ അതിനെ കുറിച്ച് ആർക്കും ഒരു കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലും പറയുന്നതാണ് കുഴപ്പം, നമുക്കെല്ലാം ഉള്ളതാണ് പ്രശ്നമല്ലേ? 30 കോടിയാ? പിന്നെ എന്തിനൊക്കെ പിടിച്ചു വെച്ചോണ്ടിരിക്കണേ? എല്ലാം വിറ്റിട്ട് നമുക്ക് വല്ല ഇന്റർനാഷണൽ ട്രിപ്പ് പോവാ. അമ്മക്ക് ഇനി എത്ര കാലം ഉണ്ടെന്നാണ് അമ്മയുടെ വിചാരം? അമ്മ, നമുക്ക് പറ്റുന്നിടത്തെല്ലാം കണ്ടു തീർക്കാമ്മ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. സംഭവമൊക്കെ ഓക്കെ. പക്ഷേ ചിറ്റപ്പൻ എല്ലാം കണക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? അച്ഛന് ചിറ്റപ്പനേക്കാളും സ്വത്ത് കൂടുതലുള്ളതിൽ എന്തോ ഒരു സങ്കടം പോലെ. മക്കളെ, ക്യാഷ് നീ എന്തൊക്കെയാണ് ഈ പറയണത്?
എന്റെ ചിറ്റപ്പ, നിങ്ങൾ ചേട്ടനും അനിയും കൂടെ ആ സ്വത്ത് വിൽക്കേ കൊടുക്കേ എന്തെങ്കിലും ചെയ്യും. നമ്മളൊന്നും ചോദിച്ചു വരുന്നില്ല. നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് പൊക്കോളാം. ഞാൻ ആലോചിക്കണം അതല്ല, ചേട്ടൻ ഇത്രയൊക്കെ വകയില്ലേ? ആ കടയിൽ നോക്കി അങ്ങനെ പോയാ പോരെ? ആലോചിക്കുമ്പം ചേട്ടൻ ആർത്തി ഉള്ളതായിട്ടേ തോന്നുള്ളൂ. മാമീനെ മരുമോള് പറഞ്ഞ കേട്ടാ എനിക്ക് ആർത്തിയെന്ന്. ഇതാ എൻ്റെ ചെറുക്കൻ അവൻ പറഞ്ഞ് കേട്ടാ മാമി, അവൻ്റെ അച്ഛന് വസ്തു കൂടുതലുണ്ട്, എനിക്ക് വിഷമമെന്ന്. എന്തിനു മാമി ഞാൻ ഇങ്ങനെ ജീവിക്കണേ? കുടുംബക്കാരുടെ ഇടയിൽ ഇത്രയും ഒരു ആർത്തി പിടിച്ചവനാറ്റ്, നാണം കെട്ടവനാറ്റ്, കുടുംബത്തിന് നിൽക്കാൻ നിവർത്തിയില്ല, വെളിയിൽ പോകാൻ നിവർത്തിയില്ല, ബന്ധുക്കളൊക്കെ എടുത്ത് പോകാൻ നിവർത്തിയില്ല. എല്ലാവരും എൻ്റെ അടുത്ത് ഇതിനെ പറഞ്ഞു, എൻ്റെ അമ്മ ചത്താ മതിയായിരുന്നു, സുരേന്ദ്ര ചത്താ മതിയായിരുന്നു സ്വാമി. ചിറ്റപ്പ എന്ത് കരയണെന്തിനാ ഈ? ചിറ്റപ്പനെ ചിറ്റപ്പ പാറൂര് പഠിക്കുന്ന പിള്ളേരെ പോലെ കിടന്ന് കരയുന്നേ. പിന്നെ ഞാൻ കരയാൻ എന്ത് ചെയ്യണം? നാട്ടുകാരുടെ അടുത്ത് പോയി അവർ കുറ്റപ്പെടുന്നു, വീട്ടുകാരുടെ അടുത്ത് പോയി അവിടെ കുറ്റപ്പെടുന്നു, ഇവിടെ വന്നപ്പോ നിങ്ങളെല്ലാരും കൂടെ കുറ്റപ്പെടുന്നു. ഞാൻ അത്രയ്ക്ക് എന്തോ തെറ്റ് ചെയ്തു. എന്തൊരു ചിറ്റപ്പ കിടന്ന് കരയണേ? കരയായി ഇവിടെ. കരയാത്ത ചിറ്റപ്പൻ കരയുന്ന എന്താന്നറിയോ? കരയാത്ത ചിറ്റപ്പനാ? നീ എന്തിനാ കരയണെന്ന് പറ. ഷെയർ എഴുതി മേടിക്കാനുള്ള ഐഡിയ പൊളിഞ്ഞോണ്ടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.